അച്ഛൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ എന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ലച്ചാ. അപ്പൊ നിനക്കോടാ? അയ്യോ ഇല്ലച്ചാ, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നില്ല. ഇല്ലടാ. ആ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോ ഇനി തോന്നാമെന്ന്? ഇല്ലച്ചാ, ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി എന്ന്. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്, അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കുകയാണ്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെയും ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി